ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്നത് നിർമ്മാണത്തിലെ ഗുരുതരമായ അനാസ്ഥയെ തുടർന്നെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 4 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, 18 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവ് ഏത് പ്രകാരമാണ് എന്നതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അനുജ, ഈ അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഒരു ഉന്നതതല സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ഈ ഹൈ ലെവൽ കമ്മിറ്റി ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ വഡോദരയിലെ ഈ ഗംഭീര പാലം നേരിട്ടെത്തി സന്ദർശിച്ചു. അതിൻ്റെ വിവരങ്ങൾ തേടി. അതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകിയത്. ഈ പാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അപകടാവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നതാണ്. അത് ഈ റോഡ്സ് ആൻഡ് ബിൽഡിംഗ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ വരുന്ന വകുപ്പാണ്. ആ വകുപ്പാണ് ഈ പാലങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ആ വകുപ്പിനെ ഈ വിവരങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. 2022 ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവകരമായ പരാതി ഉയർന്നതാണ്. അന്ന് പാലത്തിന്റെ ചില ഭാഗങ്ങൾ ഇളകി മാറിയതാണ്. പിന്നാലെ പഞ്ചായത്ത് അംഗം തന്നെ ഒരു കത്ത് ഔദ്യോഗികമായി എഴുതി അറിയിക്കുകയും ചെയ്തിരുന്നു. ആ കത്തിന്റെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ബിൽഡിംഗ്സ് ആൻഡ് റോഡ്സ് ആൻഡ് ബിൽഡിംഗ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഫോൺ ഈ ശബ്ദരേഖയും പിന്നീട് പുറത്തു വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. കടുത്തൊരു അനാസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം, അത് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അത് ഒഴിവാക്കാൻ കഴിയാതെ പോയത് എന്നതാണ് കണ്ടെത്തൽ. ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NM നായക്വാല, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UC പട്ടേൽ, RT പട്ടേൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ JV ഷാ എന്നിവരെയാണ് ഉടനടി ഈ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ ഉടനടി സസ്പെൻഡ് ചെയ്തത്. ഇതൊരു പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണ്. വിശദമായ റിപ്പോർട്ട് ഇനിയും വരേണ്ടതുണ്ട്. ജില്ലാ കളക്ടർക്ക് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്ത് പാലങ്ങളുടെയൊക്കെ തന്നെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രകാരം ചില പാലങ്ങൾ, അപകടകരമായ ചില പാലങ്ങളിലെങ്കിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഏതൊക്കെ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, കൃത്യമായ കണക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അനുജ, ഗുജറാത്തിലെ വഡോദരയിലാണ് പാലം കഴിഞ്ഞ ദിവസം തകർന്നത്. 18 പേർ മരണമടഞ്ഞു. അതിൽ ഗുരുതരമായ അനാസ്ഥ, നിർമ്മാണ പിഴവുണ്ടായിട്ടുണ്ട് എന്നത് വിദഗ്ധ സമിതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിൽ അപകടാവസ്ഥയിലാണ് പാലം എന്നതിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവത്തിലുള്ള വിഷയമാണ്.